ഗൈസ് നമുക്കൊരു 5 മിനിറ്റാണ് അത് അട്ടിപ്പൊളി സെറ്റ് സേമിയ പായസം ഉണ്ടാക്കിയത്. കുറച്ച് ഐറ്റം മാത്രം മതി ഉണ്ടാക്കി. ഗോ. നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ അകത്ത് കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എന്തിടാം? അണ്ടിപ്പരിപ്പ് ഇടാം, മുന്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ല അടിപൊളിയാക്കി എടുത്ത് ശേഷം മാറ്റി. പക്ഷെ നമ്മളെ സേമിയ നമുക്ക് അതേ കുക്കറിൽ തന്നെ ഇടാം. റോസ്റ്റ് ചെയ്തതായാലും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലപോലെ വറുത്തെടുക്കണം. നല്ല വറുത്തെടുക്കണം കേട്ടോ. നല്ല അടിപൊളിയാവണ്ടേ? നമുക്ക് അടിപൊളിയായിട്ട് വറന്ന് നല്ല മുരിഞ്ഞ് കിട്ടുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട ശേഷം 1 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കണേ. ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് 1 കപ്പ് നല്ലോണം പഞ്ചസാര നല്ലോണം ഒഴുകി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാം. കുറച്ച് നല്ലോണം വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നല്ലോണം വെയിറ്റ് ചെയ്യണം കേട്ടോ. ക്ഷമ വേണം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാ പുക വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. തിക്കുണ്ടാവും, നല്ലോണം ഇളക്കി കൊടുത്താലും മതി. നല്ലോണം ഇളക്കി കൊടുക്കണം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് പാൽ വെച്ചെടുക്കാം. നല്ല സ്പെഷ്യൽ നല്ല മിൽമ പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല 1 പാക്കറ്റ് മൊത്തം നമ്മൾ എടുക്കുന്നുണ്ട്. ഇവിടെ 3 ആളെന്നല്ല എടുക്കാമല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് നല്ല അടിപൊളി അങ്ങ് ഇളക്കി നല്ല സൂപ്പറാക്കി എടുക്കണം. നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മളെ ഏലക്ക ചതച്ചിട്ട് നമ്മളെ പാല് നല്ല ഇതിൻ്റെ അകത്തിട്ടിട്ട് നല്ല പൊന്തി വരുന്നവരെ ഇളക്കി തിക്ക് വരെ നല്ലോണം തിക്ക് വന്ന ശേഷം ബാറ്റർ ഇട്ട ശേഷം ഇളക്കിയ ശേഷം നമ്മുടെ സേമിയ കുട്ടനാണ് അതിൻ്റെ അകത്തിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഇടാൻ പാടില്ല. അത് മാറ്റി വെക്കണം. നല്ലോണം ബാക്കി പാർട്ടി ഞാൻ ഉണ്ടാവേ.